ഗെയ്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വേറെ പച്ചക്കറികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ഓനിയൻ സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഓനിയൻ എല്ലാം തൊലി കളഞ്ഞതിന് ശേഷം ഞാനിത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഞാനിത് സവാള നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി കൊടുത്തിട്ടുണ്ട്. ഈ തിരുമ്മി വെച്ച ഓനിയനിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കൂട്ടി തിരുമാട്ടോ. തിരുമാന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കയ്യിലുള്ള ബലമൊക്കെ എടുത്ത് തിരുമിക്കോ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം കുറച്ച് ഗോതമ്പ് പൊടിയോ മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പശ ഉണ്ടാക്കാം കേട്ടോ. ഇത് ചെറുതാകുമ്പോൾ നോട്ട് ബുക്ക് ഒട്ടിക്കാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ്. അതേപോലെ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദ ഷീറ്റ് റെഡിമെയ്ഡാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കാൻ അറിയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഉണ്ടാക്കിക്കോളൂ കേട്ടോ. എനിക്ക് കുറച്ച് മടിയായതുകൊണ്ട് ഞാനിത് ഇതുപോലെ ഷീറ്റ് മേടിച്ചാണ് കേട്ടോ. എന്നിട്ട് എന്താ എണ്ണയിലിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക, നമ്മുടെ സമൂസ റെഡിയാ. വെറുതെ പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.